ഇന്ന് പണക്കാരനും പാവപ്പെട്ടവനും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാമ്പത്തിക പ്രശ്നം. ഇതിനൊരു പരിഹാരം ദൈവവചനത്തിൽ ദൈവം തന്നെ വിശുദ്ധ മനുഷ്യന് നൽകിയിട്ടുണ്ട്. പണക്കാരൻ എന്താണ് അഭിമുഖീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവൻ എത്ര പണം കിട്ടിയാലും, ഉദാഹരണത്തിന് ലോട്ടറി അടിച്ച് 1 കോടി രൂപ 10 കോടി രൂപ കിട്ടുന്നവർ പിന്നീട് ഏതാനും വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഒന്നുമില്ലാത്തവരായി അല്ലെങ്കിൽ പാവപ്പെട്ടവരായി വീണ്ടും ജീവിക്കുന്നു. അപ്പോൾ എത്ര കിട്ടിയാലും നമ്മൾ ഈ അടിസ്ഥാനപരമായ തത്വങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ദരിദ്രനായിത്തീരും. അപ്പം ദൈവവചനത്തിൽ പ്രോവർബ്സ് 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള ഭാഗത്ത് 2 അടിസ്ഥാന പ്രമാണങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ് നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിനുള്ള 2 കാരണങ്ങൾ? വേറെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അത് പിന്നീട് പറയാം. ഈ 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അലസത. മനുഷ്യന് ഉത്സാഹമില്ലാതെ അവൻ്റെ കപ്പാസിറ്റി വികസിപ്പിച്ച് അവൻ എന്തെല്ലാം ദൈവം കേപ്പബിലിറ്റി കൊടുത്തിട്ടുണ്ടോ അതിനെ വികസിപ്പിച്ചെടുത്ത് അത് മറ്റുള്ള മനുഷ്യർക്ക് അവനിൽ നിന്ന് കിട്ടാവുന്ന, ദൈവം അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആ വിത്ത്, ആ ടാലൻറ്റുകൾ അതിനെ വികസിപ്പിച്ചെടുത്ത് അത് മറ്റു മനുഷ്യർക്ക് സർവീസായിട്ട് സേവനമായിട്ട് കൊടുക്കുവാനായിട്ട് തക്കവണ്ണം അതിനെ ട്രെയിൻ ചെയ്ത് പാകപ്പെടുത്തിയെടുത്ത് ഒരു വീഴ്ചയില്ലാത്ത ഒരു സേവനം കൊടുക്കുവാൻ അവൻ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവൻ കൃഷിഭൂമിയിൽ അവൻ അധ്വാനിച്ച് നല്ല വിളവുണ്ടാക്കി ആ ഉൽപ്പന്നം കൊടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല ഉൽപ്പന്നം ഉണ്ടാക്കി അത് മറ്റു മനുഷ്യർക്ക് കൊടുക്കുവാൻ, അതിനായിട്ട് അവൻ്റെ ഒരു ഹാർഡ് വർക്ക്, ഈ ഹാർഡ് വർക്ക്, ഉത്സാഹത്തോടെയുള്ള ബുദ്ധിപരമായ വർക്ക്, ഈ മനോഭാവം ഇല്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് അവരുടെ അധ്വാനം നോ പെയിൻ നോ ഗെയിൻ, ചെയ്യേണ്ട കാര്യം ചെയ്യുകയില്ല, പഠിക്കേണ്ട കാര്യം പഠിക്കുകയില്ല, ചെയ്യേണ്ട ജോലി ചെയ്യുകയില്ല, ചെയ്യുന്ന ഉത്സാഹത്തോടെ ചെയ്യുകയില്ല, ചെയ്യേണ്ട ഫിനിഷ് ചെയ്ത് ചെയ്യുകയില്ല. അതുപോലെ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്നുള്ള നല്ല ഒരു ഉദ്ദേശത്തോടെ സ്ഥിരോത്സാഹത്തോടെ ചെയ്യുകയില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാം, ഒരു പണിക്കാരനാണെങ്കിലും പണി പഠിക്കാൻ അറിയാമെങ്കിലും അവൻ ഒരു അരപ്പണിക്കാരനോ കാൽപ്പണിക്കാരനോ മുക്കാൽ പണിക്കാരനോ ആയിരിക്കും, ഒന്നും പൂർണ്ണമായിരിക്കുകയില്ല. അപ്പോൾ പൂർണ്ണമായ ഒരു പെർഫെക്റ്റായ ഒരു സർവീസ് കൊടുക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ലാത്തതുകൊണ്ട് അവനെ അധികം പേര് വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പെർഫെക്റ്റായ ഒരു സർവീസ് കൊടുക്കുന്നവന് വലിയ സാധ്യതയാണുള്ളത്. രാജാക്കന്മാർ പോലും അവൻ്റെ സേവനം ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ ദൈവം തന്നിരിക്കുന്ന ടാലൻറ്റുകളെ വികസിപ്പിച്ച് നമുക്ക് മറ്റുള്ളവർക്കുള്ള സേവനം കൊടുക്കുവാനോ ഉൽപ്പന്നം കൊടുക്കുവാനോ ആയിട്ട് അത് നല്ല പെർഫെക്റ്റ് ഒരു ഐറ്റം കൊടുക്കത്തക്ക, സേവനം കൊടുക്കത്തക്ക രീതിയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ഹാർഡ് വർക്കിങ്, അതിനുള്ള ഉത്സാഹം, നമ്മുടെ എഫിഷ്യൻസി കൂട്ടുവാനും നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണം കൂട്ടുവാനുമുള്ള ഒരു എഫർട്ട് എടുത്തുകൊണ്ടേയിരിക്കാം. ഗവേഷണം നടത്തിക്കൊണ്ട് ഏതൊരു കമ്പനി ആയാലും അവരുടെ പ്രോഡക്റ്റിനെ വികസിപ്പിക്കുവാനും അത് വൈവിധ്യവൽക്കരിക്കാനുമായിട്ടുള്ള റിസർച്ച് ആൻഡ് ട്രെയിനിങ് വിഭാഗമുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉൽപ്പന്നം ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് തന്നെ പണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഏതെങ്കിലും 1-2 ബിസ്ക്കറ്റല്ല, ഇപ്പോൾ അനേക ബിസ്ക്കറ്റുകൾ എല്ലാ ഗവേഷണം നടത്തി വിവിധ ടേസ്റ്റുകൾ 10, 20, 30, 40, 50 വെറൈറ്റികൾ പുതുതായിട്ട് കണ്ടുപിടിക്കുകയാണ്. എന്താണ് പിള്ളേർക്ക് പറ്റിയത്, വലിയവർക്ക് പറ്റിയത്, പ്രായം ചെന്നവർക്ക്, മേലാത്തവർക്ക്, ഇത് ഗവേഷണം നടത്തി അവർ ടേസ്റ്റുകൾ, വ്യത്യസ്തമായ ടേസ്റ്റുകൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ കമ്പനി വികസിപ്പിക്കുന്നത്. അതുപോലെ കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റ് നിർമ്മാതാക്കൾ പണ്ട് ഒരു പേസ്റ്റേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ എത്രയോ വെറൈറ്റി പേസ്റ്റുകളാണ് വിവിധ ടേസ്റ്റുകാർക്ക് പറ്റുന്നത്. അപ്പോൾ ആയുർവേദം കൊണ്ട് വലിയേക്കണം എന്നുള്ളവർക്ക് ആയുർവേദ ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഏത് തരം കസ്റ്റമേഴ്സിനെയും അവർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം ഇങ്ങനെ നമ്മുടെ ഏവർക്കും ഇങ്ങനെ ഇതെല്ലാ ഉൽപ്പന്നവും എല്ലാ വലിയ കമ്പനികളും ഒരു മനുഷ്യനും തുടങ്ങിയതാണെന്ന് ഓർക്കണം.
എല്ലാ വലിയ വ്യാപാര സ്ഥാപനങ്ങളും ഒരു മനുഷ്യൻ്റെ ഹാർഡ് വർക്കിൽ നിന്ന് വികസിച്ച് വന്നതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു കപ്പാസിറ്റി കിടപ്പുണ്ട്. അത് വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഉത്സാഹം, ഹാർഡ് വർക്കിംഗ് മനോഭാവം ഉണ്ടാകണം. അതുണ്ടായാൽ നമുക്ക് വരുമാനം ഉണ്ടാകും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതൊരു പ്രധാനപ്പെട്ട കാരണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു പ്രധാന വിഷയം. ശരി, അത് ആ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പണം കിട്ടുന്നു, ജോലി ചെയ്ത് പണം കിട്ടുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് പണം കിട്ടുന്നു, പക്ഷേ ഈ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതായത് വലിയ പണിക്കാർ പണ്ട് കാലത്ത് കൊണ്ട് കൂലിപ്പണിക്കാരാണെങ്കിലും വലിയ ചുമട്ടുകാരൊക്കെ അന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് 100, 200, 300 രൂപ കൂലി കിട്ടുമ്പോൾ ഇവർക്ക് 1000 രൂപ ദിവസം ലോഡിങ്ങിലൂടെയൊക്കെ കൂലി കിട്ടുന്നു. പക്ഷേ അവർ ആ 1000 കിട്ടിയ 1000 അന്ന് തന്നെ തീർത്തിട്ട് പിറ്റേ ദിവസം ചായ കുടിക്കാൻ കടം ചോദിക്കും, വായ്പ മേടിക്കുന്ന അവസ്ഥ. അത് അല്ലെങ്കിൽ ലോട്ടറിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചവന് കോടികൾ കിട്ടിയാൽ അവൻ 1 കോടി കിട്ടിയവൻ 2 കോടിയുടെ കാറ് മേടിക്കാനെ കുറിച്ച് ആലോചിക്കുന്നു, ബാക്കി വായ്പയും കൂടി എടുത്ത്. അപ്പോൾ അങ്ങനത്തെ സ്വഭാവക്കാർ വളരെയധികമുണ്ട്. പണം മാനേജ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ഇവിടെ ബൈബിൾ വചനത്തിൽ ഈ അലസതയെക്കുറിച്ച് പറയുന്നത് ഈ പ്രോവർബ്സ് 6 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കാമെന്ന് പറയുന്നത്. ഉറുമ്പ് എന്താണ് ചെയ്യുന്നത്? വേനൽക്കാലത്ത് അവന് വേണ്ട ഭക്ഷണം, മഴക്കാലത്തേക്ക് വേണ്ട, മഞ്ഞുകാലത്തേക്കും വേണ്ട ഭക്ഷണം അവൻ ശേഖരിച്ചു വയ്ക്കുന്നു. അപ്പോൾ സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പോൾ സമ്പത്ത് കാലത്ത് അധ്വാനിക്കാൻ കഴിവുള്ളപ്പോൾ നമ്മൾ ശേഖരിച്ച് പരമാവധി ആവശ്യമുള്ളത് മാത്രം ചിലവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം ചിലവാക്കുന്ന ഒരു ശീലം ഉണ്ടാകണം. ആവശ്യമുള്ളത് മാത്രം ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ലുബ്ധനായി ഒന്നും ഭക്ഷിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല. അതും വേറെ ഏറ്റവും വലിയൊരു ദോഷം തന്നെയാണ്. അങ്ങനെ വേറൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അതല്ല, ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കുക, അല്ലാത്തത് പരമാവധി മാറ്റി വയ്ക്കുക. ഈ ഉറുമ്പ് എന്താണ് ചെയ്യുന്നത്? ഉറുമ്പ് തനിക്ക് മഞ്ഞുകാലത്തേക്ക് വേണ്ടുന്നത് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് മഞ്ഞുകാലത്ത് ഉറുമ്പ് പട്ടിണി കിടന്ന് മരിച്ചു പോകുകയല്ല, ഈ ഇരിക്കുന്നിടത്ത് അനുഭവിച്ച് ജീവിക്കുക. പണ്ട് കാലത്ത് കപ്പയൊക്കെ ആൾക്കാർ മഞ്ഞുകാലത്ത് വേനൽക്കാലത്ത് കപ്പയെല്ലാം ഉണങ്ങി വെക്കും. അരി കുത്തി ഉണക്കി പത്തായത്തിലിട്ട് വെക്കും. മഴക്കാലത്ത് അത് എടുത്ത് ഉപയോഗിക്കും. ഇപ്പോഴും തണുപ്പ് രാജ്യങ്ങളിൽ കാനഡയിലും ഒക്കെ വേനൽക്കാലത്ത് അവർക്ക് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടും. അതെല്ലാം അവരെ ക്യാൻ ചെയ്ത് പ്രിസർവ് ചെയ്ത് അനേകം ടിന്നുകളിലൊക്കെ റെഡിയാക്കി വെക്കും. മഞ്ഞുകാലത്ത് അവരത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യത്തിൽ കവിഞ്ഞ പണം നമ്മൾ കിട്ടുമ്പോൾ അതേതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവാക്കി തീർക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ദരിദ്രനാകാനുള്ള തെറ്റായ ദോഷകരമായൊരു സ്വഭാവമാണ്. ആഡംബര കാറുകൾ മേടിക്കുക നിങ്ങൾ ദരിദ്രനാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാനുള്ള വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ പണിയുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്താണ് നൽകുന്നത് അതിനാവശ്യമായത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിനാവശ്യമായ വീടോ അല്ലെങ്കിൽ ആവശ്യമായ ഗാർഡനോ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് പറ്റിയതും നിങ്ങളുടെ വരുമാനത്തിന് പറ്റിയതുമായത്. അതല്ലാതെ മറ്റു മനുഷ്യരെ കാണിക്കുവാനായിട്ടുള്ള ഇത് കേരളത്തിലെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രത്യേകിച്ചും ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ അമേരിക്ക, യൂറോപ്പിലൊക്കെ ഇംഗ്ലണ്ടിലും ഒക്കെ ആളുകളുടെ വീടുകൾ കണ്ടാൽ അറിയാം, മറ്റു മനുഷ്യരെ കാണിക്കാനായിട്ടുള്ള ഒരു പരിപാടിയുമില്ല. അവരുടെ കംഫർട്ട്, അവരുടെ സുഖം, അതിനുവേണ്ടിയുള്ള വീടുകളാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യം അറിഞ്ഞ് ഇപ്പോൾ തന്നെ കാറുകൾ ഈ കേരളത്തിലൊക്കെ വലിയ വില കൂടിയ കാറുകൾ ആളുകൾ മേടിക്കുന്നത് അവരുടെ കംഫർട്ടിന് വേണ്ടിയല്ല. ഇത്ര കോടിയുള്ള കാറ് ഞാൻ മേടിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ്. അപ്പോൾ
ഒരു 8 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്കോ കംഫർട്ടബിളായ സൗകര്യങ്ങളുള്ള കാറ് കിട്ടുമെങ്കിൽ ആളുകളുടെ മുമ്പിൽ വലിയവനാണെന്ന് കാണിക്കാൻ അത് തന്നെ 1 കോടി രൂപയുടെയോ 1.5 കോടി രൂപയുടെയോ കാർ മേടിക്കുന്നു, ഇന്ന ബ്രാൻഡ് മേടിച്ചു എന്ന് കാണിക്കാൻ. ദരിദ്രരാകാനോ തെണ്ടിത്തിരിയുവാനുമുള്ള ഒരു വഴിയാണത്. അത് ഒട്ടും സമൂഹത്തിന് നല്ലൊരു കാര്യമല്ല. അമേരിക്കയിൽ വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ഇന്ന് 95 വയസ്സിനടുത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്ററായ അദ്ദേഹം 56 മറ്റോ 1956 58 വാങ്ങിയ ഒരു സാധാരണ ഒരിടത്തരം വീട്ടിലാണ് ഇന്നും താമസിക്കുന്നത്. അദ്ദേഹത്തിന് ആവശ്യമുള്ളൊരു കാറാണ് ഇന്നും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് അദ്ദേഹം ഇന്നും ജോലി ചെയ്യുന്നു ഈ 95. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് ലോകത്തിൽ എന്ത് വേണേലും വാങ്ങാം, പക്ഷേ എനിക്ക് വേറൊരു വീട് വാങ്ങിയാൽ എൻ്റെ സന്തോഷം വർദ്ധിക്കുകയില്ല. എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് സന്തോഷം, അതുകൊണ്ട് എനിക്കത് മതി, എനിക്ക് ഈ കാറിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. അപ്പം മറ്റു മനുഷ്യരെ കാണിക്കേണ്ട പുള്ളിക്ക് താല്പര്യമില്ല. അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ 90-95% ഓൾറെഡി അദ്ദേഹത്തിൻ്റെ മരണശേഷം മറ്റ് ദാനം ചെയ്യാനായിട്ട് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, നമുക്ക് ആവശ്യമില്ലാത്തത് മറ്റു മനുഷ്യരെ സഹായിക്കുവാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കണം. ഇനി മൂന്നാമത് വേറൊരു കാറ്റഗറി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് ഉപയോഗിക്കുകയില്ല. ചില ഭിക്ഷക്കാരൊക്കെ മരിക്കുമ്പോൾ അവരുടെ പേഴ്സിൽ നിന്ന് അല്ലെ സഞ്ചിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കാണും, പക്ഷെ അവൻ തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കുകയുള്ളൂ. ഇത് വേറൊരു അസുഖമാണ്. എത്ര പണമുണ്ടെങ്കിലും ആവശ്യങ്ങൾ ഉപയോഗിക്കുകയില്ല. നമ്മളിവിടെ പറയുന്നത് ദാരിദ്ര്യവും നമ്മൾ ആരോഗ്യകരമായൊരു സാമ്പത്തിക ശീലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കുക. ഒന്നാമത് അലസനല്ലാതെ ഉത്സാഹവാനായി ജോലി ചെയ്യുക. അങ്ങനെയല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സാധാരണ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് തയ്യൽ പഠിക്കാൻ പോയി തയ്യൽക്കാരനായി ഒരു ജോലിക്കടയുടെ മുന്നിൽ മെഷീനിട്ട് തയ്ച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കടയുടെ ഉടമ കട നിർത്തിയപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തോട് ആ കടയെടുത്ത് നടത്തിക്കോളാമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ആ കടയെടുത്തിയാൽ ഒരു ഗ്രാമത്തിലുള്ള ഒരു തുണിക്കടയാണ്, ചെറിയ കടയാണ്. ആ കടയെടുത്ത് നടത്തി അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് നല്ലൊരു അവിടുത്തെ ആ നാട്ടിലെ ഒരു സമ്പന്നനായി മാറി. ഇന്ന് ഏതൊരു മനുഷ്യൻ്റെ സാമ്പത്തികം ഉള്ളവരുടെയും പിന്നിൽ ഇതുപോലെയുള്ള കഥകളുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ദരിദ്രനായി ജനിക്കുന്നത് കുറ്റമല്ല എന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞു. എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്. അപ്പം നമുക്ക് ദരിദ്രനായി മരിക്കേണ്ട ആവശ്യമില്ല. ദരിദ്രനായി ജനിച്ചെന്നോർത്ത് ദരിദ്രനായി മരിക്കേണ്ട ആവശ്യമില്ല. ദരിദ്രനായിട്ട് ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവുമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ബൈബിളിൽ ശാപമെന്ന ദൈവം കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്ന ശാപത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യവും ഇല്ലായ്മയെന്ന് പറയുന്നത്. ഈ ദാരിദ്ര്യവും ഇല്ലായ്മയും നമുക്ക് വരുത്തി വെക്കാം. ഒരു സമ്പന്നൻ്റെ മകനായിട്ട് ജനിച്ചതിന് ശേഷം രണ്ടിത്തിരിഞ്ഞ് ദരിദ്രനായി തീർന്ന എത്രയോ പേരുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവരുടെ സ്വഭാവമാണ്. അപ്പോൾ ഈ ശരിയായ സ്വഭാവം നമ്മൾ ആർജിക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ വീണ്ടും ദരിദ്രനായി തീരും, പഴയ പണിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായി പഠിക്കണം. അപ്പോൾ ഉറുമ്പ് താലിക്ക് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് കാലത്ത് ആളുകളെ പെട്ടിയിലിട്ട് വീട്ടിനകത്ത് പൂട്ടി വെക്കും. അന്ന് കുഴപ്പമില്ലായിരുന്നു. അന്ന് ഭരണാധികാരികൾ പണം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നവരല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പണപ്പെരുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കടലാസിൽ എന്ന് പറയുന്ന പണം, അതിൻ്റെ വില ഭരണാധികാരികൾക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അവർ പിന്നെയും നോട്ട് ഒരു മുതൽ വെക്കാതെ കടലാസ് അടിക്കുമ്പോൾ പിന്നെയും ഉള്ളതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പണത്തിൻ്റെ മൂല്യം കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഏതൊരു ഗവൺമെൻറ്റുകൾക്കും സാധിക്കും.
കാരണം പണ്ടൊക്കെ ഒരു കടലാസ് എന്ന് പറയുന്നതിനകത്ത് ഒരു വിലയുമില്ല. എന്നാൽ ആ കടലാസിന് പകരമായിട്ട് തുല്യമായി ഇപ്പം 100 രൂപയുടെ നോട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ 100 രൂപയ്ക്ക് തക്ക ഒരു മുതൽ വെച്ചിട്ട് വേണം പ്രിൻ്റ് ചെയ്യുവാൻ. എന്നാൽ മാത്രമല്ലേ ആ കടലാസിന് വിലയുള്ളൂ. അതേസമയത്ത് ഒരു മുതലും വെക്കാതെ കടലാസ് പ്രിൻ്റ് ചെയ്തിട്ട് ഇതിന് ഇത്രയും വിലയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കടലാസിന് ഒരു വിലയില്ലാതെയായി മാറും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് സ്വർണം അതേ ഈക്വൽ മൂല്യത്തിനുള്ള സ്വർണം വെച്ചിട്ടാണ് കടലാസ് നാണയം പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം, ആ പണം നമ്മൾ പെട്ടിയിലിട്ട് വെച്ചാൽ ഒരാണ്ട് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം 3/4 തീരും. പിന്നെ അടുത്ത ആണ്ട് 1 വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ 50% തീരും. 10 കൊല്ലം കഴിയുമ്പോൾ ഇതിന് മൂല്യമേ ഇല്ലാതെയായി തീർന്നിരിക്കും. അല്ലെങ്കിൽ ഇതിന് തീരെ വിലയില്ലാതെയായി തീരും. 1 രൂപയ്ക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എന്തുമാത്രം വിലയുണ്ടായിരുന്നു. 1 പൈസയ്ക്ക് 4 പല്ലിമിഠായി കിട്ടുമായിരുന്നു. 1 പൈസ കൊടുത്താൽ 1 നാരങ്ങ മിഠായി കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് 1 പൈസ പോയിട്ട് 1 രൂപ കൊടുക്കണം. അന്ന് 1 പൈസയുടെ മിഠായി കിട്ടിയ സ്ഥാനത്ത് ഇന്ന് 1 രൂപ കൊടുക്കണം എന്നുള്ള നിലയായി. 1 പൈസ മുതൽ 99 പൈസ വരെ ഇന്ന് ഇല്ലെന്നുള്ള നിലയായി. ആരെയും അതിന് മൂല്യമേ ഇല്ലാതെയായി മാറി. എന്നാൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഡോളറിനും അവിടുത്തെ പൈസയുടെ മൂല്യം ഇപ്പോഴും ഉണ്ട്. ആ പൈസ അത്രയും ഇല്ലെങ്കിലും ഇന്നും ആ നാണയങ്ങളുണ്ട്. 1 പൈസ അമേരിക്കയിലെ 1 പെൻസും ഇംഗ്ലണ്ടിലെ 1 പൈസയും എല്ലാം ഇന്നും ഉണ്ട്. അത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടുത്തെ പൈസയ്ക്ക് ഒരു വിലയില്ലാതെയായി മാറി. അതുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ മാറ്റി പെട്ടിയിലിട്ട് വെച്ചാൽ അതിൻ്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിച്ച് മാറ്റിവെക്കുന്ന പണം, നമ്മൾ ആ പണം നമ്മൾ വളരുവാനുള്ള അവസരം കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പരമാവധി 7.5% കിട്ടിയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന 1 കൊല്ലം കൊണ്ട് നമ്മുടെ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്ന ഒരു മിനിമം 15% വരെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 7.5, ബാക്കി 7.5 പിന്നെയും പോവുകയാണ്. ഒന്നും കിട്ടാത്തതിൽ ഭേദമാണെന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന FDയുടെ പലിശ കൊണ്ട് മാത്രം നമ്മുടെ നഷ്ടം പരിഹരിക്കപ്പെടുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ പണം വളരുവാനുള്ള ഏതെങ്കിലും ആസ്തിയിൽ നിക്ഷേപിച്ചിട്ട് അത് വളരുവാനുള്ള ആസ്തിയിൽ നിക്ഷേപിക്കണം. അതെന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിനൊരു മാർഗമാണ് ഇൻവെസ്റ്റിങ്. നല്ല കമ്പനികളുടെയും ഒക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ലോങ് ടേമിലേക്കും അല്ലെ ഷോർട്ട് ടേമിലേക്കും ഇൻവെസ്റ്റ് ചെയ്ത് അത് വളരുവാൻ ഇട കൊടുക്കുക. വളരുന്ന കമ്പനികളിൽ, വളരുന്ന ഭൂമിയിൽ, വളരുന്ന കെട്ടിടത്തിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്ന പണം അവിടെ കിടന്ന് വളരുന്ന, നാളെ നമുക്കൊരു ജോലി ചെയ്യാൻ കഴിയാത്ത, അല്ല ജോലി ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് ആ ജീവിതത്തിൽ സ്വസ്ഥമായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പണം ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടിരിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത് ഏതൊരു മനുഷ്യനും പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഇന്ന് ഈ വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ആൾ തൻ്റെ 8-ാമത്തെയോ 10-ാമത്തെയോ വയസ്സിൽ, 10-ഓ 12-ാമത്തെ വയസ്സിലോ അന്ന് 2-3 സ്റ്റോക്ക് അദ്ദേഹം ആശുപത്രികളിലൊക്കെ പേപ്പർ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് കിട്ടുന്ന കൂലിയിൽ നിന്നും മറ്റും അന്നത്തെ ആ പ്രായത്തിൽ 12 വയസ്സിലോ മറ്റോ അന്ന് സ്റ്റോക്ക് വാങ്ങി സൂക്ഷിച്ച ആളാണ്. ഇന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്താണ് തൻ്റെ പണത്തിൻ്റെ 99%, എൻ്റെ ഓർമ്മ, മരണശേഷം പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ് മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് നമുക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന്. പിള്ളേർക്കാണേലും കുട്ടികൾക്കാണേലും അവർക്ക് ആരെങ്കിലും പെരുന്നാൾ കൂടാനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന, മുട്ടായി മേടിക്കാനോ കൊടുക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ, പകുതി പൈസ മാറ്റി വെച്ചിട്ട് അതിനൊരു സ്റ്റോക്ക് മേടിച്ചിടുക. ആ സ്റ്റോക്ക് മേടിച്ചിടുക, അതവിടെ കിടക്കുന്ന വളരാൻ ഇടം കൊടുക്കുക. ഇനി സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ പോയിട്ട് അനേകരുടെ കാശ് പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ചൂതുകളി പോലെ ഇന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ഇരട്ടിപ്പിക്കാവുന്ന ഓർത്ത് ചെല്ലുന്നവരാണ്. അപ്പനോ അമ്മയുടെയോ ഒക്കെ പണം മേടിച്ചിട്ട് ഞാൻ സ്റ്റോക്കിൽ പോയി പെട്ടെന്ന് എനിക്ക് പണക്കാരനാകണമെന്നും പറഞ്ഞ് അപ്പൻ്റെ നിന്നൊക്കെ ലക്ഷങ്ങൾ മേടിച്ച് കൊണ്ട് ഇതിനകത്തിട്ട് ഇരട്ടിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഉള്ള മുതലും പോവും. അതിന് കാരണം ഇവൻ ഒന്നാമത് മുടക്കില്ല ഈ പണത്തിന്, രണ്ടാമത് ഇവൻ അതിനുള്ള ഇത് ചെയ്യാനുള്ള ക്ഷമയുമില്ല, ബോധവുമില്ല. അപ്പോൾ ഒരു വിത്ത് കുത്തിയിട്ട് അന്ന് തന്നെ ഫലം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും അതിന് സമയം കൊടുക്കണം. അത് വളരാനുള്ള സമയം കൊടുത്താൽ അത് ആനുപാതികമായ വരുമാനമാണ് പ്രതീക്ഷിക്കാവുള്ളത്. അത് ചെയ്യാത്തവരാണ് കാശ് പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സ്റ്റോക്കിൽ എപ്പോഴങ്ങനെയാണ് കാശ് പോകുന്നത്? ഒന്ന് തെറ്റായ കമ്പനികളിൽ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പൊട്ടുന്ന കമ്പനിയിൽ കൊണ്ട് പണം ഇടും. രണ്ട്, വില കൂടി നിൽക്കുമ്പോൾ പിന്നെയും കൂടുമെന്ന് ഓർത്ത് സാധനങ്ങൾ സ്റ്റോക്ക് മേടിക്കും. കാശ് പോകുമ്പോൾ പേടിച്ച് അന്ന് തന്നെ വിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തര ശരിയായ മനോഭാവത്തിൽ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന പണം ഒരു ചെറിയ എമൗണ്ട് വീതം നമുക്ക് ബോധ്യമുള്ള സ്ഥാപനങ്ങൾ ചെറിയ അളവിൽ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്തിടുക. അപ്പോൾ 10 രൂപയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങിയാൽ പിന്നെ അടുത്ത ദിവസം അത് 8 8ആകുമ്പോഴും അവന് ചെറിയ എമൗണ്ടാണ് അപ്പോൾ ആദ്യം വാങ്ങിയത്. അപ്പോൾ 8ആകുമ്പോഴും അവന് അതേ എമൗണ്ട് തന്നെ വീണ്ടും വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വില ബാലൻസ് ചെയ്ത് 9 പിന്നെ അവൻ അന്ന് തന്നെ വിൽക്കാനല്ല, അവനത് 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മൂലം ഒരു നഷ്ടം അവനുണ്ടാകുന്നില്ല. ലോങ് ടൈമിലെ വ്യൂവിലേക്ക് വരുമ്പോൾ കൂടുമ്പോഴും കുറച്ച് മേടിക്കും, കുറയുമ്പോഴും കുറച്ച് മേടിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യും. ലോങ് ടൈമിലേക്ക് വരുമ്പോൾ ആ ഗ്രോത്തിൻ്റെ പ്രയോജനം അവന് കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസീവ് ഇൻകം എന്ന് പറയുന്ന നല്ല കമ്പനികളുടെ പല കമ്പനികളുടെയും സ്റ്റോക്ക് വളരുകയും ചെയ്യും, അതേസമയം അവർ ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വളരെ നമുക്ക് അത്യാവശ്യമില്ലാത്ത പണമാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. ആ നിക്ഷേപിക്കുന്ന പണം കാലങ്ങളെടുക്കുമ്പോൾ വളർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് അനേക ഇരട്ടിയായിരിക്കും. 20,000 ഇരട്ടിയായി മാറിയ സ്റ്റോക്കുകളുണ്ട്. അത്രയൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും സാധാരണഗതിയിൽ ഒരു വർഷം ഒരു 25% മുതൽ 50-60% വരെയൊക്കെ വളർച്ച പല നല്ല സ്റ്റോക്കുകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ക്ഷമയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണ്. അത് ഒന്നിച്ചൊരു തുക ഒന്നും മുടക്കിയിട്ട് ഇന്ന് തന്നെ വൈകുന്നേരം ലാഭം എടുക്കാവുന്നവർക്കാണ് കാശ് പോകുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റക്കുറച്ച് വന്നുകൊണ്ടിരിക്കും. പക്ഷേ വളരുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റക്കുറച്ചുകൾ എത്രയുണ്ടെങ്കിലും അത് സ്റ്റഡിയായൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ സമയം കൊടുത്താൽ അത് നഷ്ടം വരികയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് എടുക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയിൽ എന്നും കുടുങ്ങിക്കിടക്കേണ്ട, ജീവിതം മുഴുവൻ കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യം വരികയില്ല. ഈ സ്റ്റോക്കിൽ നിന്നുള്ള ഡിവിഡൻറ്റുകൾ കിട്ടും. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. സ്റ്റോക്കിൻ്റെ ആസ്തി തന്നെ 10 ലക്ഷം നിക്ഷേപിച്ചവന് 2 കൊല്ലം കഴിയുമ്പോൾ അത് ചിലപ്പോൾ 20-25 ആയി വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ 15 ആയെന്നിരിക്കാം. അപ്പോൾ സ്റ്റോക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഡിവിഡൻറ്റ് മാത്രം എടുത്താൽ ഇവന് ചിലവ് കഴിയാവുന്നുള്ള വരുമാനം ആയെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ആ എക്സസ് മണി പിന്നെ നിക്ഷേപിക്കുമ്പോൾ അത് ഗ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ കൂലിപ്പണിക്ക് പോകണ്ട, നമുക്ക് വിശ്രമിച്ച് നല്ല സ്വസ്ഥമായിട്ട് അങ്ങനെ ആ ആസ്തി വളരുന്നതനുസരിച്ച് ആനുപാതികമായി അതിൽ നിന്ന് എടുത്ത് നമ്മൾ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന അതിൽ പാസീവ് ഇൻകം, അതായത് മുതലിൽ തൊടാതെയുള്ള വരുമാനം, അതെടുത്താണ് അവർ ചിലവാക്കുകയുള്ളൂ. അങ്ങനെ അവരുടെ ജീവിതം സുഖകരമായി പോകാൻ സാധിക്കും. ഇതൊക്കെ ദൈവം മനുഷ്യന് നൽകുന്ന ബുദ്ധിയാണ്. ഈ ബുദ്ധി അടിസ്ഥാനപരമായി ഒരു ബഹുഭൂരിപക്ഷം പേർക്കും ഇല്ല. എന്നാൽ അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾ മില്യനേഴ്സും ബില്യനേഴ്സും കൂടുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അവർക്ക് നേരത്തെ തന്നെ ബോധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ജീവിതത്തിൽ ഈ പാഠം നമ്മൾ പഠിക്കണം. പിന്നെ ഒന്നാമതായിട്ടൊരു കാര്യം, നമുക്ക് വരുന്ന എല്ലാ നന്മയും എല്ലാ അനുഗ്രഹവും ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ജോലി ചെയ്താണേലും ബിസിനസ് ചെയ്താണേലും കൃഷി ചെയ്താണേലും വരുമാനം ഉണ്ടാകണമെങ്കിൽ ദൈവം നമുക്ക് ആരോഗ്യവും തന്നെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് നമുക്ക് സമ്പത്തുണ്ടാകാനുള്ള ശക്തി നമുക്ക് തരുന്ന ദൈവമാണ്.
അപ്പോൾ എന്ത് കിട്ടുമ്പോഴും ദൈവത്തിൻ്റെ ദാനമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആദ്യ ഫലം, ആദ്യ പങ്ക്, ഒരു ദശാംശം ദൈവത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണം വേണ്ട, ദൈവം പറയുന്ന കാര്യങ്ങൾക്കായിട്ട് അർപ്പിക്കുക. അത് അർപ്പിക്കാനുള്ളൊരു മനോഭാവം നമ്മളുണ്ടാകണം. അതുകൊണ്ടാണ് മലാക്കി പ്രവചനത്തിൽ ദൈവം പറയുന്നു, നിങ്ങളുടെ ദശാംശങ്ങളും വഴിപാടുകളും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ നിറയ്ക്കുകയില്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ ദശാംശം ഏതെങ്കിലും പള്ളിയിൽ കൊണ്ട് കൊടുക്കാനോ ഏതെങ്കിലും അച്ഛനോ പാസ്റ്റർക്കോ കൊടുക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ദശാംശം മേടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന പല അങ്ങനെയുള്ള ഇടനിലക്കാരും ഉണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. അർഹിക്കുന്ന സ്ഥലത്ത് ദൈവിക കാര്യങ്ങൾക്കും ആവശ്യക്കാർക്കും യേശുക്രിസ്തുവിന് പോലും ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു. അവർ മറ്റു പലരും കൊടുക്കുന്ന സഹായങ്ങളും ഒക്കെ ഒരു യൂദാസിൻ്റെ കയ്യിലായിരുന്നു ആ പണസഞ്ചി. അതിൽ നിന്ന് പലപ്പോഴും അവരുടെ ഭക്ഷണത്തിനും ഉപയോഗിക്കും, പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അർഹിക്കുന്ന ആ സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാനും, അതുപോലെ ഒന്നാമത് ദൈവിക കാര്യങ്ങൾക്കും യഥാർത്ഥമായി ദൈവത്തിനായി നിലകൊള്ളുന്നവർക്കും അവരുടെ ആവശ്യങ്ങൾ സഹായിക്കാനും, അതുപോലെ ജീവിതത്തിൽ ക്ലേശിക്കുന്ന മനുഷ്യരെ സഹായിക്കാനുമൊക്കെ നമുക്കുള്ള എക്സസ് ദൈവികത്തിനായി അർപ്പിക്കുന്നത് ദൈവം മേടിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പണം, ആ പണം ദൈവത്തിൻ്റെ പേരിൽ ഇടനിലക്കാർ തട്ടിച്ചെടുക്കാണ്ട് പോകാനും നമ്മൾ മൂഢരായി തീരരുത്. മറിച്ച് അർഹിക്കുന്ന കരങ്ങളിൽ അത് എത്തുകയെന്ന്. കാരണം ആ ദാനം ചെയ്യുന്ന മനുഷ്യൻ, നല്ല മനുഷ്യരുടെ നല്ല സ്വഭാവത്തെ ചൂഷണം ചെയ്യാനായിട്ട് തട്ടിപ്പുകാർ ധാരാളമുണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നല്ല മനുഷ്യർ ബുദ്ധിയുള്ളവരുമായിരിക്കണം, അല്ലെങ്കിൽ തട്ടിപ്പുകാർ വന്ന് അവരുടെ പൈസ തട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല മനുഷ്യർക്ക് വിവേകത്തോടെ അർഹിക്കുന്ന കാര്യങ്ങൾ, ഇടനിലക്കാർ വന്നാൽ ഞാൻ കൊടുക്കാം, അല്ല എൻ്റെ ഫണ്ടിലേക്ക് തന്നേര് അല്ലെ എന്ന് പറഞ്ഞിട്ട് ആ കാശുമായിട്ട് സ്വന്തം കാര്യത്തിന് ചൂഷണം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാതെ അർഹിക്കുന്ന കാര്യങ്ങളിൽ അത് എത്തിക്കാനായിട്ടും കൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദാനത്തിൻ്റെ 10% എങ്കിലും, ഇവിടെ വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ആ വലിയ പണക്കാരൻ, അദ്ദേഹത്തിന് 99% മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണ്, ബാക്കി 1% അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ അവകാശികൾക്കോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരിൽ അനേകർ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ദൈവികമായ ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പണം വർദ്ധിച്ചാൽ അത് നമുക്ക് തന്നെ കുമിഞ്ഞു കൂട്ടി വെക്കാനായിട്ടല്ല, അത് മറ്റു മനുഷ്യർക്ക് കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ആ രീതിയിൽ ഇതൊന്നും, അപ്പോൾ എത്ര പണം വർദ്ധിച്ചാലും ശരിയായ മനോഭാവമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ദോഷമായി വരികയില്ല. അതുകൊണ്ട് പണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായി ഞെരുങ്ങി വലയേണ്ടി വരികയില്ല. ഈ അടിസ്ഥാന നിയമങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ എല്ലാ കാലത്തും, ഒരു കാലത്ത് എല്ലാവരും ഞെരുങ്ങിയെന്നിരിക്കും, പക്ഷേ എല്ലാ കാലത്തും വലയാൻ കാരണം ഈ തത്വങ്ങൾ, ദൈവിക തത്വങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് അലസത മാറ്റുക, രണ്ടാമത് പണം പ്രോപ്പറായിട്ട് മാറ്റി, ആവശ്യമില്ലാത്ത പണം മാറ്റി വെച്ച് അത് നാളത്തേക്ക് വളരുവാനുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്ന ദാനങ്ങൾ എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിത്യതയ്ക്ക് മുതൽ കൂട്ടാനുള്ളതാണ്. അധികമായിട്ട് എനിക്കുള്ളത് മറ്റുള്ളവനെ, ആവശ്യക്കാരനെ സഹായിക്കാനാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുക. ദൈവം അനുഗ്രഹിക്കും.